മുഖ്യമന്ത്രിയായതിനു ശേഷം പിണറായി വിജയൻ പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലും പിടിമുറുക്കി. ആ സമയത്തൊക്കെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നവർ ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വിമർശനമൊക്കെ ഉന്നയിക്കും. നേരത്തെ നമ്മൾ കണ്ടു കാനം രാജേന്ദ്രൻ അത്തരത്തിലുള്ള എതിർപ്പ് ഉന്നയിച്ചു. പിന്നീട് പിണറായി വിജയനൊപ്പം ചേർന്നു. പുതിയ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ബിനോയ് വിശ്വം വന്നപ്പോൾ ഏതാണ്ട് സമാന പാതയിൽ CPMനെയൊക്കെ വിമർശിക്കുന്ന നമ്മളുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും പിണറായി വിജയനെ ന്യായീകരിക്കുന്ന ഒരു പ്രവർത്തകനായിട്ട് മാറുകയാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഈ സാമാന്യ ബുദ്ധിയിൽ വരുന്ന പരിണാമമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് സാമാന്യ ബുദ്ധിയില്ല എന്നിങ്ങനെ പറയുകയുണ്ടായി. സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചോദിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കുക. കേരളത്തിൻ്റെ സാമാന്യ ബുദ്ധിക്ക് എന്തോ സാരമായ ഒരു മാറ്റം, അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ മാറ്റത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കുമോ, അതോ ഈ സാമാന്യ ബുദ്ധി വെറും സാമാന്യമായിട്ട് എല്ലാവർക്കും ലഭ്യമല്ല എന്നുള്ളൊരു പഴയ പറച്ചിലുണ്ട്. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണോന്നറിയില്ല, എന്തായാലും സാമാന്യ ബുദ്ധി ഒരു എവല്യൂഷനിലൂടെ, ഒരു പരിണാമത്തിലൂടെ കേരളത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ബിനോയ് വിശ്വം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സാധാരണ ഇപ്പോൾ കാനം രാജേന്ദ്രൻ്റെ കണക്കുള്ള ഒരു സെക്രട്ടറി അല്ല. കാനം രാജേന്ദ്രൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആ ഒരു പോരാട്ടത്തിൻ്റെയും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ കൂടെ നിന്ന് നേതൃത്വത്തിലേക്ക് വരികയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല വാഗ്മിത്വവും ചിന്തയും ശേഷിയും വായനയും ഒക്കെയുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. അവിടെ സിനിജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആദ്യം ഈ പിണറായി വിജയനോടുള്ള ചില എതിരഭിപ്രായങ്ങൾ പറയുകയും പിന്നീട് പിണറായി വിജയന് വിധേയനായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച കേരളം കണ്ടതാണ്. അത് വളരെ പരിതാപകരവും ദയനീയമായ ഒരു കാഴ്ചയുമായിരുന്നു. ഇവിടെ ബിനോയ് വിശ്വം അതല്ല, ബിനോയ് വിശ്വം സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കവി, ബുദ്ധിജീവി എന്നുള്ളൊരു പ്രാഥമിക പ്രതിച്ഛായയാണ് ബിനോയ് വിശ്വത്തെക്കുറിച്ച് തന്നെ ഉള്ളത്. മാനവികത, മാനവീയം. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം ഈ തുടക്കകാലത്ത് എപ്പോഴും പറയുമായിരുന്നു ഓരോ വിഷയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയും. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്തിനേയും കാണേണ്ടത് ഒക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിലയിരുത്തിയൊക്കെ ചെയ്യേണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തലോ ഒരു കാഴ്ചയോ നടത്തിയിട്ടായിരിക്കാം ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് വീണ വിജയൻ്റെ കേസ് അത് വ്യത്യസ്തമായ കേസാണ്. അത് LDF ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ CPI അത് ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല, അത് ന്യായീകരിക്കേണ്ട പ്രശ്നം CPIക്കില്ല, അത് വേറെ കേസായിട്ട് പോകണം. അതേപോലെ അത് മുഖ്യമന്ത്രി ബാധിക്കേണ്ട പ്രശ്നമില്ല. എന്നുവെച്ചാൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു CPIയുടെ നിലപാടാണ് ബിനോയ് വിശ്വത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് സാമാന്യ ബുദ്ധിയുടെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി ഒരു എക്സാലോജിക്ക് പോലൊരു സ്ഥാപനം നടത്തി കഴിഞ്ഞ് ഇത്രയും സമയം കൊണ്ട് ഇത്രയും ടേൺ ഓവർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വൻ വിജയമാണ്, അല്ലേ? അതെ. അപ്പോൾ അത് നടത്തുന്ന വ്യക്തിയുടെ കഴിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരൊക്കെ ഈ വീണ വിജയനെ പോയത് ഇൻ്റർവ്യൂ ചെയ്യേണ്ട അതിനെന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? വസ്തുത അറിയാമല്ലോ. ഇപ്പോൾ എല്ലാവരും പറയുന്നു രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും കരാറും അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും സേവനം നൽകി ഒരു ചെറിയ ഒരു സേവനത്തിന് ഇത്രയും വലിയ എമൗണ്ട് 2.7 കോടി രൂപ സേവനത്തിന് ഒരു വേതനം കിട്ടുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ അഭ്യസിക്കുന്ന ഒരു സംരംഭക, വിശേഷിച്ച് സ്ത്രീയുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരൊരു വലിയ വിജയമാണ്, അല്ലേ? അപ്പോൾ അതിന് ശേഷവും ഈ പറഞ്ഞതുപോലെ അവരുടെ ടേൺ ഓവർ വർദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ നിന്ന് മാത്രം കിട്ടിയാൽ പോരല്ലോ, അല്ലേ? അപ്പോൾ ഒരു സമൃദ്ധിയായ ഒരു വ്യക്തി ഇഷ്ടംപോലെ നമ്മൾ ഇന്ന് കാണുന്ന ഒട്ടേറെ വൻ സ്ഥാപനങ്ങളെല്ലാം ചിലർ 5,000 രൂപ കൊണ്ടും 15,000 രൂപ കൊണ്ടും വളരെ തുച്ഛമായ മൂലധനത്തിലൊക്കെ തുടങ്ങിയ ധാരാളം സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അമ്മയ്ക്ക് പെൻഷൻ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പെൻഷൻ കൊണ്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ അതൊരു വൻ നേട്ടമാണ്. അതൊരു സ്ത്രീ ശക്തിയുടെ വിജയമാണ്, ഒരു സാങ്കേതിക വിദഗ്ധയുടെ വിജയമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ 2.7 കോടി രൂപ കിട്ടുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി മാത്രമായിട്ടൊരു സ്ഥാപനം തുടങ്ങില്ലല്ലോ, ഇല്ലേ? അപ്പോൾ ഇവരുടെ ടേൺ ഓവർ എത്രയാണ്, ഇത്രമാത്രം ആനുപാതികമായിട്ട് ഇവർക്ക് ഉണ്ടാക്കി എന്നൊക്കെയുള്ളൊരു അന്വേഷണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നടത്തേണ്ടതാണെന്ന് തോന്നുന്നു. അത് ഒരു പക്ഷേ എങ്കിൽ ഒരു കാണാതെ പോകുന്ന വശമാണെങ്കിലോ എന്നുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ ഈ സാമാന്യ ബുദ്ധിയുടെ ഒരു പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബിനോയ് വിശ്വം വളരെ വ്യക്തമായിട്ട്, അപ്പോൾ അങ്ങനെ
ഒരു സാധാരണ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ഇത്രയും ടേൺ ഓവർ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. വളരെ സക്സസ് സ്റ്റോറീസാണ് ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസ് വരുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനൊരു സക്സസ് സ്റ്റോറി വീണ വിജയനെക്കുറിച്ച് മുമ്പിൽ വന്നിട്ടില്ല. അത് നമ്മുടെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ഇൻകം ടാക്സിന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു, ഇത് അധികാരത്തിലുള്ള വ്യക്തിയുടെ മകളായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് അവിടെ ഏത് ആനുകൂല്യമാണോ ഈ കമ്പനി നേടിയത് എന്നുള്ളത് പറയുന്നില്ലെങ്കിൽ പോലും ഇന്ന വ്യക്തിയുടെ മകളായതുകൊണ്ടാണ് ഈ ഒരു ആനുകൂല്യം കിട്ടിയിരിക്കുന്നത്, സേവനം നൽകാതെ വേതനം കിട്ടിയിരിക്കുന്നു. അതാണല്ലോ സംഗതി. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സാമാന്യ ബുദ്ധിയിൽ ഇതൊരു വിഷയമല്ലാതായി മാറുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ത് കാഴ്ചയാണ് ഒരു വ്യക്തിക്ക് നൽകുന്നത്? ഇത് ഒന്നാമത്തെ ചോദ്യം. ഇത് CPIയുടെ സെക്രട്ടറി ഇതിന് മറുപടി പറയേണ്ടതാണ്. CPIയുടെ അണികളെയെങ്കിലും ഇത് വിശദീകരിച്ച് കേൾപ്പിക്കേണ്ടതാണ്. പൊതുസമൂഹത്തിന് രണ്ടാമത് വരുന്നു. പിന്നെ ഇദ്ദേഹം വളരെയധികം വായനയും ലേഖനമെഴുത്തുമൊക്കെ ഉള്ള ഒരു ബുദ്ധിജീവിയാണ്. ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഈ ഒരു സാമാന്യ ബുദ്ധി ഉദിക്കുന്നില്ലേ എന്നുള്ള അടുത്ത ചോദ്യവും ഉയർന്നു വരുന്നു അല്ലേ? അതെ. മറ്റൊന്ന്, ഇദ്ദേഹം ഒരു കവിയാണ്. ആ കവിയുടെ കവി എന്ന് പറയുമ്പോൾ കവിഞ്ഞ് കാണുന്നവനാണ് കവി എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യൻ കാണുന്നതിൽ നിന്നും കവിഞ്ഞ് മറ്റു പലതും കാണുമ്പോഴാണ് ഒരു കവി ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാവ്യ ദൃഷ്ടിയും ഇത്ര പരിമിതമായി പോയോ എന്നൊരു സംശയം. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഗതികേട്, അതേപോലെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വഹിക്കുന്ന പദവിയോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിൻ്റെ അദ്ദേഹം ഇതുവരെ അദ്ദേഹം ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നതിനുള്ള പരാജയം, ഒരു കവി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാജയം, അതേപോലെ തന്നെ സാമാന്യ ബുദ്ധി ഇത്രയും വലിയൊരു ബുദ്ധിജീവിക്ക് പ്രയോഗിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്രയും ഒന്നും സാമാന്യ ബുദ്ധിയും ബൗദ്ധിക തലവും ഇല്ലാത്ത ശരാശരി മലയാളികളുടെ മനസ്സിൽ ഇതിങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ വിജയവും പിണറായി വിജയൻ്റെ അധികാരത്തിലുള്ള ആ ഒരു ഉറപ്പും എല്ലാം ഇത്തരം പ്രതികരണങ്ങളിൽ നിന്നാണ് കേരളം ഇന്ന് ഈ പിണറായി വിജയൻ്റെ ഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അധീശത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. അപ്പോൾ ഈ CPM എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളുള്ള പാർട്ടിയാണ്. പക്ഷേ CPI എന്ന് പറഞ്ഞാൽ ആളില്ല എങ്കിലും അവരെടുക്കുന്ന നിലപാടുകൾ കുറച്ചുകൂടെ സത്യസന്ധമാണ്, അല്ലെങ്കിൽ അവർ അഴിമതി രഹിതരാണ് എന്നൊരു ഇമേജ് ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി യോജിച്ച് പോകാൻ പറ്റില്ല. CPI എപ്പോഴും ഞങ്ങളുടെ ഒരു പറഞ്ഞാൽ കേൾക്കുന്ന അണിയായിട്ട് നിന്നാൽ മതി, ഞങ്ങളുടെ കൂട്ടുകക്ഷിയൊക്കെയാണ് എന്നുള്ള ഒരു വലിയേട്ടൻ മനോഭാവം CPM പുലർത്തുന്നുണ്ട്. എന്തിനാണ് CPI അതിനെ പേടിച്ച് നിൽക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം CPIയെ കുറിച്ചിട്ട് CPMനോടുള്ള സമീപനമല്ല സാധാരണ ജനങ്ങളുള്ളത്. CPI എന്ന് പറഞ്ഞാൽ കുറേയും കൂടെ അപ്രോച്ചബിളായിട്ടുള്ള, കുറേയും കൂടെ ഒരു റിഫൈൻഡായിട്ട്, സാംസ്കാരികമായിട്ട് കുറേയും കൂടെ പരിഷ്കൃതമായ രീതിയിൽ മനുഷ്യരോട് സംസാരിക്കുന്ന നേതാക്കളുള്ള പാർട്ടി, കുറേയും കൂടെ അവധാനതയോടുകൂടി കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തികൾ, അതേപോലെ തന്നെ ഈ CPMൻ്റെ കണക്കുള്ള ആരഗൻസ് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ളൊരു ധാരണയാണ് CPIയെ കുറിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്ന, നമ്മൾ ഈ അഴിമതി നടത്തുന്നവരെക്കാൾ വലിയ അപകടമാണ് അഴിമതി കൺമുന്നിൽ കണ്ടിട്ട് അതിനെക്കുറിച്ച് നമ്മൾ മിണ്ടാതിരിക്കുകയും അതിനേക്കാൾ പാതകമാണ് അതിനെ അനുകൂലിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. അത് കേരളം ഇന്ന് കടന്നു പോകുന്ന ഒരു ദുരന്തത്തിൻ്റെ ഒരു മുഖം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ബിനോയ് വിശ്വം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാനം രാജേന്ദ്രൻ വന്നപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ കാനം രാജേന്ദ്രനാണെന്ന് അന്ന് പറയുമായിരുന്നു, ഒന്നാം പിണറായി സർക്കാരിൽ അല്ലേ? അപ്പോൾ അത്തരത്തിൽ മൂർച്ചയുള്ള സ്വരങ്ങൾ, ശബ്ദങ്ങൾ, വിമർശനങ്ങളൊക്കെ ആയിരുന്നു. പിണറായി വിജയന് പലപ്പോഴും ഉത്തരം മുട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ അതുപോലെയുള്ള ഒരു നേതാവിനെ CPIയുടെ അണികൾ അല്ലെങ്കിൽ രണ്ടാം നിരയിലുള്ള നേതാക്കളും പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് അങ്ങനെ ആകാൻ പറ്റാത്തത്? അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഉദാഹരണത്തിന് വെളിയം ഭാർഗവനായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല അദ്ദേഹം പ്രതികരിക്കുക. ഇങ്ങനെയല്ല പ്രതികരിച്ചിട്ടുള്ളത്.
സ്വാഭാവികമായിട്ട് അവിടെയാണ് നേതൃത്വത്തിൻ്റെ, ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തന്നെ പിന്നെ ശക്തിയും ദൗർബല്യവും ഒക്കെ നേതൃത്വത്തിലൂടെയും പ്രകടമാകും. ആ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികളുടെ ആ പിന്നെ പ്രവർത്തന രീതി, കാഴ്ചപ്പാട്, അതൊക്കെ പ്രസ്ഥാനത്തെയും ബാധിക്കും, പ്രസ്ഥാനത്തിൻ്റെ ശക്തി നേതൃത്വത്തെയും ബാധിക്കും. അവിടെയാണ് വെളിയം ഭാർഗവനിലൂടെ നമ്മൾ CPI കാണുമ്പോഴും CPIയെ വെളിയം ഭാർഗവനിലൂടെ കാണുമ്പോഴുള്ള വ്യത്യാസം വരുന്നത്, അല്ലേ? അതെ. അതേപോലെ തന്നെ ഇപ്പോൾ പിണറായി വിജയനിലൂടെ നമ്മൾ CPM കാണുന്നു. അതേപോലെ പിണറായി വിജയൻ പിന്നെ CPMലൂടെ പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ഒരൊറ്റ ബിന്ദുവിലേക്ക് നോക്കി നമുക്ക് കാണാൻ കഴിയും. ആ പാർട്ടിയുടെ ശക്തിയും ദൗർബല്യവും എന്താണെന്ന് ആ നേതൃത്വത്തിലേക്ക് നോക്കി അറിയാൻ പറ്റും. ഇന്നും ബിനോയ് വിശ്വത്തിലേക്ക് നോക്കുമ്പോഴും നമ്മൾ കാണുന്ന സംഗതി അതാണ്, അല്ലേ? ആ CPIക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു ശബ്ദം, ഈ ആൾക്കാർ വളരെ കുറവാണ്, അവർക്ക് അംഗസംഖ്യ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അവരുടെ പെരുമാറ്റ രീതികളിലും സമീപനങ്ങളിലും ഒക്കെയുള്ള ഒരു ഒരു സമീപനവും ഒരു ഉൾക്കൊള്ളൽ മനോഭാവവും, അതേപോലെ കുറേയും കൂടെ ഒരു പരിഷ്കൃതമായ ഒരവസ്ഥയിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉൾക്കൊള്ളുന്നൊരു പാർട്ടി, അണികൾ കുറവാണെങ്കിലും അവരുടെ ആകെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ശബ്ദമായിരുന്നു. അതെ, ആ ശബ്ദമാണ് ഇപ്പം ബിനോയ് വിശ്വത്തിലൂടെ ക്ഷയിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ ഇനി ഭാവിയിൽ ഇനി അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിയാണ്ടിരിക്കണം, അപ്പം നമുക്ക്. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.